ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്കൂളൊക്കെ തുറന്ന് അതുകൊണ്ട് ബിസി ആയിരുന്നു ഗൈസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മിനി ക്രാഫ്റ്റാണ്. എൻ്റെ ഫോണിൽ റിയൽ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഫോണല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ നമുക്ക് വേൾഡ് തുടങ്ങാം. വേൾഡിൻ്റെ പേര് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ് എല്ലാവരും. ഗൈസ്, എനിക്കൊരു വലിയ യൂട്യൂബർ ആവണമെന്ന് നല്ല ആഗ്രഹമാണ് ഗൈസ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വേൾഡ് തുടങ്ങിയിരിക്കുകയാണ്. നല്ല സ്ഥലം തന്നെ, ഒരു പെയിനാണ്. അങ്ങനെ ആദ്യം തന്നെ മരം മുറിക്കാൻ പോകാം. ഈ മരം മുറിച്ച് ഇച്ചിരി വരുന്നത് ഞാൻ മരം മാന്തി ഇടിച്ച് പൊട്ടിക്കുകയാണ് ഗൈസ്. ഞാൻ മൈൻക്രാഫ്റ്റിൽ ഇച്ചിരി ന്യൂബാണ്, അതുകൊണ്ട് കളി അത്രയ്ക്ക് ഇതൊന്നും ആയിരിക്കില്ല. ഇത് പ്രാക്ടീസ് മോഡല്ല, നമുക്ക് ഇതാണെങ്കിൽ പ്രൂഫ് ഉണ്ട്. കണ്ട ഗൈസ്, ഡിഫിക്കൽട്ടി പ്രാക്ടീസ് മോഡിലല്ല, നോർമലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാങ്ക് ആക്കാം. ഫുഡ് പ്ലാങ്ക് ആക്കി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ, അതിന് സ്റ്റിക്ക് വേണം. എന്നിട്ട് അയണൊന്ന്, എന്നിട്ട് നമുക്ക് ഇതെടുക്കാം, കല്ല്. നമ്മൾ മണ്ണ് മാന്തുകയാണ്. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലാതെ ഞാൻ ഇപ്പോൾ കൈ വെച്ച് സ്റ്റോൺ മുറിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കി. നമ്മൾ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. മാന്തിക്കൊണ്ട് ഇച്ചിരി വേണം, ഇച്ചിരി കൂടുതൽ വേണം. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കണം, 2 എണ്ണം ഉണ്ടാക്കാം ഗൈസ്, അത് ആവശ്യം വരും. 2 ഫുഡ് ഇട്ട് കുക്ക് ചെയ്യാനും ഇതൊക്കെ ആവശ്യം വരും. എത്രയൊക്കെ മതി. ഇനി കയറണം, തിരിത് വെച്ച് കയറാം ഗൈസ്. ഇനി നമ്മളെ കത്തി, പിക്കാസ്, ആക്സ്, അങ്ങനെ കത്തി, ആക്സ്, പിക്കാസ് വെച്ച് ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം. ഫർണിച്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫുഡ്, അത് ഇനി കേവി പോകണം ഗൈസ്, ഫുഡെല്ലാം ആയിട്ട്. ഹലോ, 2 കിട്ടി. ബെഡ് വേണം, എനിക്ക് രാത്രിയാകുമ്പോൾ പറഞ്ഞില്ല വലുതായ, താങ്ക് യു. അങ്ങനെ അതിൻ്റെ ഇതെടുത്ത് അടുത്ത കോഴിയുടെ ഇറച്ചി എടുത്ത്. ബുങ്കർ ബാർ പെട്ടെന്ന് ഓടി സ്പ്രിൻ്റ് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് നടക്കാനേ പറ്റത്തുള്ളൂ. ഓടാൻ പറ്റും, പക്ഷെ നടക്കും പെട്ടെന്ന്. 100 ബാർ ഓടും, എന്നിട്ട് നടക്കും. വൈകിട്ട് ഇങ്ങനെ വെച്ചിരിക്കും, നമുക്ക് ചെയ്യാം. ഇത്രയെന്ന് കാണാൻ പറ്റും. ഇൻവെൻറ്റർ എടുത്ത് നോക്കണ്ടില്ല. നടന്ന് ഓടി നടന്നു ഓടി നടന്നു ഓടി. ദാണ്ട ഞാൻ സ്വന്തം മുന്നേ I don't care about hunger bar. ഒരു ഇത് കിട്ടിയെന്ന്. ഒന്നേ തന്നു. അവിടെ നില്ലേ സ്പെൻഡ് ഓടി ഒന്നടിക്കാൻ. 6 എണ്ണം ആയിട്ടുണ്ട് ഗൈസ്. പംകിൻ, അതിൻ്റെ അർത്ഥം എന്തിനെന്ന് അറിയാലോ ഗൈസ്. ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ട്. അയ്യോ വിശക്കുന്നു. ഇവനെയും കൂടെ കൊന്നിട്ട് നമുക്ക് രക്ഷപ്പെട്ടു. നമുക്ക് ഇത്ര ഇടാം.
എന്തുവാടാ ക്രാഫ്റ്റിൻ്റെ എന്തുവാടാ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിൽ നിന്ന് ഡാൻസ് കളിക്കണം അത്. ഗൈസ് ഷീപ്പൊക്കെ ഡാൻസ് കളിക്കും. ഞാൻ ആക്കിയിട്ടാണ് ഭയങ്കര ഷീപ്പ് ഡാൻസ് കളിക്കണമെന്ന്. ആരും വന്നതല്ലേ പോട്ട്. അങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കിയിരിക്കണേ. ബെഡ് ഉണ്ടാക്കി. ഇനി ഫുഡ് 2 സ്റ്റേക്ക് കിട്ടി, അത് കഴിക്കും. അവിടെ ഒരു പന്നി. ഇതിന് പന്നീനെ എടുക്കാം. ഫുഡൊക്കെ ആയിട്ട് ഇനി കേവിൽ പോകണം. കേവിൽ നിന്ന് തോളം വേണം. ടോർച്ചിന് തെങ്ങി അവിടെ കിടക്കും ലൈറ്റും ഇല്ലാതെ. അപ്പോൾ ഞാൻ ഇതും കൂടെ പൊരിക്കട്ടെ, ആവശ്യം വരും. അപ്പോൾ ഇത് പൊരിച്ചിട്ട് ഞാൻ കേവിൽ പോവും. കേവല്ല കേസ് ആ കുഴിയെ കണ്ട കേവന്ന്. ഓക്കെ, ഇത് പൊരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് തികയൂല. അതിരി ഒന്ന് നടക്കും. ഇതിരി കേസ് നേരത്തെ ബ്ലാക്ക്, അതാ എന്തിരി ബ്രൗണ്. ഇത് ഷീപ്പ് അവിടെ നില്ലടേ. ഒരു ഇത് കേവ് കണ്ടുപിടിക്കണം. അയൺ ആർമർ ആവണം. ഒരു 30 സംതിങ് ഒക്കെ വേണമെന്ന് തോന്നുന്നു. അയൺ ഫുൾ ആർമർ അതൊക്കെ ആവേ തോന്നുന്നു അങ്ങനെ. അപ്പോൾ എന്താ കേവില്ലാത്ത പിന്നെ എവിടെ നടന്നാലും കേവ് കാണും. കേവില്ലേ? കേവ് തപ്പുരി. എന്നിട്ട് ഇവിടെ ഒരു കേവ് എന്ന് പറഞ്ഞ സാധനമില്ലേ. കാട്ടിൽ പോയി ചിലപ്പോൾ കേവ് കാണാനില്ലേ. കാട്ടിൽ കയറി. കാടിൻ്റെ അകത്ത് കേവുണ്ടോ? കാടിൻ്റെ അകത്ത് കേവുണ്ടോ? കാടിൻ്റെ അകത്ത് കേവുണ്ടോ? കാടിൻ്റെ അകത്ത് കേവുണ്ടോ? വെള്ളമുണ്ട്. കേവ് കിട്ടണില്ലേ? പറയാം. കേവ് എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. അതെന്താ? പറഞ്ഞില്ല, കിട്ടി. നീ ഡാമേജ് എടുക്കും. ഫോണ് സ്പാം ചെയ്യാണ് ഗീസ്നി. കോളില്ല, അതാണ് പ്രശ്നം. ഗൈസ് ഇതെങ്ങനെ വെള്ളം എന്താ ഏറി നിൽക്കുന്നു? ഗൈസ് ആയി തരണോ? വെറും ഒന്ന് പിന്നെ എന്തിനെ വച്ചിരിക്കുകയാ? കോൾ ആവശ്യമുണ്ട്. പിന്നെ ഉറയ്ക്കുക. പെട്ടെന്ന് ഓക്കെ. ഇനി എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ മാന്തി എടുത്തിട്ടുണ്ട്. ഇത് കോള് അങ്ങനെ ടോർച്ച് മുറിച്ച് അയൺ നേരത്തെ കണ്ട് കോളും എടുത്തുകൊണ്ടിരുന്ന്. അങ്ങനെ നമുക്ക് 5 അയണായി കാണും. 5 30 എത്ര വേണമെന്ന് തോന്നുന്നു. ഫുൾ ആർമറിഞ്ഞ് തോന്നുന്നു. അങ്ങനെ
എന്ത് കേവാ വേർപ്പിച്ചോളഞ്ഞു. അതാണ് കേവി പോവുള്ളത്. ഞാൻ മൈൻക്രാഫ്റ്റിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കേവി പോണത് ഗൈസ്. അതൊക്കെ ഇപ്പോൾ കളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കസിൻ ചേട്ടന്മാരൊക്കെ കാണും. അതുകൊണ്ട് ഞാൻ മൈൻക്രാഫ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ആണ്. എനിക്ക് ന്യൂബ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ന്യൂ ഇല്ല, ഞാൻ ഇച്ചിരി ന്യൂബും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് നേരെ കളിക്കാൻ അങ്ങനെയൊന്നും പറ്റൂല. സ്റ്റിക്ക് ചെയ്യുന്നതാണ് കണ്ട പോലെ തോന്നി. വിശക്കുന്നില്ല, ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ല. എന്താ അയൺ കിട്ടുന്നില്ലേ? അടട്ടൻ്റെ വേറെ കോഴി പോണം. കുറെ കോള് അയണെന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട്. കിട്ടിയിരുന്നു, പക്ഷെ കുറവ് ഭയങ്കര. എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ മനുഷ്യന് ഡെഡ് ഉണ്ടെന്ന്. ബായ്. മിക്കവാറും ഒന്നായിരിക്കും, അല്ല 2 ഉണ്ട് കേസ്. ഒന്നായിരിക്കും. അതാണ്ട് അടിയിലൊക്കെ ഉണ്ട്. സൈഡിൽ ഒളിച്ചിരിക്കുകയാണോ? അവിടെ ഉറങ്ങാനില്ല. എവിടെയൊക്കെ എത്തി കിറങ്ങൂടെ, എവിടെയൊക്കെ എത്തി. പക്ഷെ എത്ര ഇത് വെറും 11. ഇതൊന്നും പോരാ. അയൺ ഗൈസ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. കാണാനില്ല എത്ര എണ്ണം. 17 എണ്ണമായി. കുറച്ചും കൂടെ മതി. കറങ്ങി ഇവിടെ എത്തിയ അത് അയ്യണില്ലേ? തന്നെ ടോർച്ച് ചിക്ക് എടുത്ത് കൈ വെച്ചിരിക്കുന്നു. ഒരു 30 സംതിങ് ഞാൻ തിരിച്ച് പോകുന്നതായിരിക്കും. ഒരായി അപ്പുറത്ത് പോയി മുറിച്ചത് അപ്പുറത്ത് പോയി. ഒരു ഇതാണ്. എത്ര എണ്ണമായി? 20. കുറച്ചും കൂടെ മതി ഗൈസ്. എന്താ ഞാൻ വന്നേ കേവൊക്കെ കിട്ടണം. എന്ത് തരം കേവാണ് ഞാൻ ഇപ്പം എത്തിയ? ഈ വഴി കൂടെ പോവാം. അതാണ്ട് ഇത് കണ്ടില്ലെന്ന് പറഞ്ഞേ. ഞാൻ എന്തിനൊക്കെ മുറിക്കണം? ഏതെങ്കിലും വഴി ഇപ്പം ടോർച്ചും തീർന്നിരിക്കുകയാണ്. അതൊരു സന്തോഷ വാർത്തയായി. അയ്യോ അമ്പോൾ അവിടെ ഇല്ല.
ആ ടോർച്ചില്ല, പ്രശ്നമാണ്. ടോർച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതാണ്ടായ ഇനി തിരിച്ചു പോകും ഗൈസ്. ഞാൻ തിരിച്ചു പോകുന്നു. ടോർച്ച് അങ്ങനെയൊന്നുമില്ല, ഇരിക്കണതെല്ലാം തറയിലാണ്. അങ്ങ് വീട്ടിൽ പോകണം. ഒന്നും ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇതാണ് ഗൈസ് കേവി വന്നുള്ള എൻ്റെ ഒരു പ്രശ്നം. ഇതാണ്, ശ്രദ്ധിക്കൂല, കാണാനില്ല, മുമ്പിൽ അങ്ങ് ചെന്ന് കൊടുക്കും. ഗൈസ് വന്ന വഴി ഏതാണ്? ഈ ഒരു വഴിയുള്ളതെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് വഴി കിട്ടുന്നില്ല, ഞാൻ വഴി തെറ്റിയിരിക്കുകയാണ്. ഐ ആം ലോസ്റ്റ്. ഇത് മറ്റേ ഡെഡ് എൻഡല്ലേ ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്നാലും ഒരു വഴിയുള്ളൂ ഗൈസ്, മനസ്സിലായ? അല്ലെങ്കിൽ വേണ്ട, ഇത് ഇച്ചിരി കൂടെ ഇങ്ങനെ നടന്ന് കണ്ടുപിടിക്കാൻ ഗൈസ്. വല്ലേ വെള്ളത്തിലോ വല്ലേ മാന്തി എത്തിയാലോ താറായ സംശയമുണ്ട് ഗൈസ്. കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഇതൊക്കെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റേ? ഇത് മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നില്ലേ ഈ വഴി? മനസ്സിലാവുന്നില്ല ഗൈസ്, നമുക്ക് വിഷയം. ഈ വഴിയായിരിക്കും മിക്കവാറും. എത്ര മണി? ഈ വഴി എനിക്കറിഞ്ഞൂടെ, ഞങ്ങൾക്കേ പറ്റോ? ഒന്നും നോക്കാനുണ്ട് ഗൈസ്. സ്ട്രൈറ്റ് ഡിക്കില്ല, സ്ട്രൈറ്റ് ഇത് ഞാൻ പോകണം. കിട്ടുന്നില്ല, വന്ന വഴി തിരിച്ച് വീണ്ടും എത്തി. അങ്ങനെ വച്ച് പോകണം. ടോർച്ച് വച്ചിരിക്കുന്നു. വച്ച് ടോർച്ച് പിന്നെ മാന്തി മോളിൽ പോകണം ഗൈസ്. ഇതാണ് ടാസ്ക്. എല്ലാം വച്ച് ഇങ്ങനെ പിന്നെ അടുത്ത ഇത് ഉള്ളൊരു എത്തിയായിരിക്കും എന്തോ. ഇനി ഏതെങ്കിലും ക്രീപ്പർ വന്ന് തലയെ വന്ന് വീഴുമോ പറയാൻ പറ്റൂലേ. കുറെ കല്ലാണ്, അപ്പം ഇച്ചിരി നല്ല കേവ്. കൂടെ എടുത്തിട്ട് പോവാൻ അയണും കൂടെ ഫ്രീ. പിന്നെ അയൺ എടുത്തിരിക്കുകയാണ്. ഇനി മുകളിൽ പോകണം. ടോർച്ചില്ലാതെ പോകാൻ പറ്റില്ല. ഒന്നും കണ്ടുകൂടെ വന്നിട്ടാണ് ടോർച്ച് വെക്കണം. കുനിയണം. എന്താണിത്? സർപ്രൈസ് ആണോ അതോ വെള്ളമാണെന്ന് മനസ്സിലായി. വെള്ളമല്ല ഗൈസ്, നമ്മൾ ഓവർ വേൾഡ് എത്തിയിരിക്കാൻ രാത്രിയാണ് ഗൈസ്. ഓവർ വേൾഡ് എത്തിയേ. നമ്മൾ ഒന്നേ പ്രിൻസിപ്പലാണോ? മറ്റേ കാട്ടിലാണ് ഗൈസ് ഇത്. നമുക്ക് ഫ്രണ്ട്സ് അവിടെ. ഫ്രണ്ട്സ്
ഇത് മെൽറ്റ് ചെയ്യടാം. ഇത് അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. തയ്യോ എന്തോ അറിഞ്ഞൂടാ. ഇതിന് ഫുഡ് ആവശ്യമുണ്ട്. അവസാനം നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ച് അവസാനം എത്തി. ഈ കേവ് ഞാൻ നേരത്തെ കണ്ട്. ഇവിടെ ഇല്ല, ഞാൻ സ്പോണായെന്ന് തോന്നുന്നു ഗൈസ്. തന്നെ തോന്നുന്നു. അങ്ങനെ വിശക്കാണ്. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ വീടാണ്. വീട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ വയ്ക്കുന്നത് അടുത്ത പാർട്ടിൽ കാണാം. നമ്മൾ അടുത്ത പാർട്ടിൽ വീഡിയോ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ബൈ ബൈ ഗൈസ്.